ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ചൂട് ചായയുടെയും ചൂട് കട്ടൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് ഇടാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ അരിപ്പൊടി ഇടുന്നതെന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ചെറിയ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. 1 തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത് ഓപ്ഷനല്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇടുക, നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിടുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒന്ന് സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. വേണ്ട, ഇത്ര ലൂസിൽ വേണം നമ്മളിത് മാവ് കുഴച്ചെടുക്കാൻ. വേണ്ട, ഇങ്ങനെ നുള്ളി ഇടുമ്പോൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിച്ചി ഇടുമ്പോൾ ഇത്ര അങ്ങ് എളുപ്പം വീഴണം. ചെറിയ ചെറിയ പീസായിട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇങ്ങനെ അങ്ങ് വീഴണം പെട്ടെന്ന്. അതിനാണ് ഇത്ര ലൂസിൽ എടുക്കുന്നത്. നമ്മൾ കട്ടിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല പെട്ടെന്ന്. വേണ്ട, ഇങ്ങനെ അങ്ങ് വീഴണം. ഇങ്ങനെ കുറേശ്ശെ അങ്ങ് വീഴണം. അന്നേരം ഉണ്ടല്ലോ, അഥവാ കുറച്ച് കൂടുതൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതുകൊണ്ട് ഇത്ര ലൂസായിരിക്കണം. ഇത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇങ്ങനെ നമ്മൾ നുള്ളി ഇടുമ്പം ഇങ്ങനെ വീഴണം, പെട്ടെന്ന് വീഴണം. ഇങ്ങനെ കുടഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് ഇങ്ങനെ നുള്ളി ഇടണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ലൂസിൽ ഇത് കുഴച്ചെടുക്കുന്നത്. അതെ, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസും കുറച്ചും കൂടെ, ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ഇത്രയും വെള്ളമാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ആണ്, കുറേശ്ശെ മാവെടുത്ത് കൈകൊണ്ട് നുള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വീഴണം പെട്ടെന്ന്. എണ്ണ തിളച്ചിട്ടുണ്ട്, ചട്ടി ഇടത്ത് വെച്ച് ഞാൻ പറഞ്ഞില്ല കേട്ടോ, സോറി. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് പൊരിക്കാൻ. ഇടുന്ന ഉടനെ തന്നെ ഇളക്കരുത് കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ പക്കവട പൊരിഞ്ഞ് കയറുന്നുണ്ട് നല്ല പോലെ കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്ന മസാലയുടെയൊക്കെ. ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിഞ്ഞ് പോരാം. നല്ല ഗോൾഡൻ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ എല്ലാം പൊരിച്ചു പോരാം. നമ്മുടെ പക്കോറ റെഡി ആയിട്ടുണ്ട്. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറിവേപ്പില മൂപ്പിച്ചതിലേക്ക് ഇടുക കേട്ടോ. പിന്നെ ഇതൊന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. ഇത് സോസ് കൂട്ടിയും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ